ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സമയം വന്നിട്ടൊരു 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോൾ എഴുന്നേറ്റു. പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ മോട്ടർ ഇടണമായിരുന്നു കേട്ടോ. മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് ഇരുന്നപ്പോൾ ഒരു രൂക്ഷമായിട്ടുള്ളൊരു ഇങ്ങനെ എന്നുള്ളൊരു സൗണ്ട്. അതിങ്ങനെ ഈ മോട്ടറിൻ്റെ ഇരപ്പ് വെക്കുമ്പോൾ ചെറിയൊരു പേടിയാവുന്നുണ്ട്. പിന്നെ ഒരു ചിലങ്ക കിട്ടിയ പോലത്തെ ഒരു ചില്ലിടുണ്ട്. അതിൻ്റെ സൗണ്ടും കൂടെ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ കുറച്ച് പേടിയാവുമായിരുന്നു. ഈ ചന്ദ്രൻ മാത്രമേ കാണത്തുള്ളൂ, നല്ല ഇരുട്ടാണ്, പുതിയൊരു സ്ഥലവും കൂടെയൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നേരിയ പേടിയൊക്കെ 4 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. സത്യം പറയാമല്ലോ, എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ലളിതാ സഹസ്രനാമമൊക്കെ ഇങ്ങോട്ട് ഇട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റാത്തത്, എനിക്ക് ഫോണിലല്ലേ പാട്ടിടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഈ കുറച്ച് ഐഡിയ ഒക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച്, നമ്മൾ അത്രയും നേരം നമ്മുടെ ബോഡി വെള്ളമൊന്നും കുടിക്കാതെയൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കണം. ഈ ഒരു മോർണിംഗ് റുട്ടീൻ ഞാൻ ഒരുപാട് വീഡിയോസിൻ്റെ ഹെൽപ്പോടെ കൂടി കണ്ടുപിടിച്ചതാണ്. പിന്നെ ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് സെൽഫ് ഇതായിട്ട് തോന്നി ഞാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഞാൻ മുഖമൊക്കെ കഴുകി യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റെല്ലാം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് യോഗ വെറുതെ ചെയ്യുമായിരുന്നു. അതായത് വെറും തറയിലൊന്നും നിലത്തൊന്നും ഇരിക്കാതെ ചെയ്യുന്നു. യോഗ മാറ്റ് ഒന്ന് മേടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ റുട്ടീനായി മാറി കേട്ടോ. അപ്പോൾ യോഗയൊക്കെ ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു 4:30 4:45 സമയമായപ്പോഴും ഒരു വെട്ടം ബോഡി ഇല്ല. ഭയങ്കരമായിട്ട് പേടിയാവും. ഇപ്പം പേടിയില്ല കേട്ടോ. ഇപ്പം ഞാനൊന്ന് ഇവിടെ തന്നെ അഡ്മി ഞാനാണ് മീൻസ് എനിക്ക് പേടിയൊക്കെ പോയി. ആദ്യമൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പട്ടി കുറച്ചാൽ വരെ എനിക്ക് പേടിയാവും. ഇപ്പം ഞാൻ ജനലൊക്കെ തുറന്നിട്ട് ആ ഫ്രഷ് എയറിനെ വെൽക്കം ചെയ്യും. ഞാൻ കുട്ടിക്കാലത്തൊക്കെ പഠിക്കാവുന്ന സമയത്തൊക്കെ എനിക്ക് രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പം എഴുന്നേൽക്കുന്ന ആളാണ്. അപ്പോൾ ഇരുന്ന് പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഫ്രഷ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല ഓക്സിജൻ നല്ലതായിട്ട് പ്യുവറായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന സമയം രാവിലെയാണ്. അപ്പോൾ ഞാൻ ചവിട്ടികളെല്ലാം എടുത്ത് മാറ്റി ഇനി വീട് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് സമയം പോകും കേട്ടോ. എനിക്ക് ആ ഒരു 5 മണിക്ക് ഞാൻ എത്താനായിട്ട് 5 മണിക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് ഓടാറുണ്ട് ചില സിറ്റുവേഷൻസിൽ. കാരണം കുറച്ച് നേരം കൂടെയൊക്കെ ഒന്ന് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് തൂത്ത് തുടയ്ക്കാൻ പറ്റത്തില്ല. തുടയ്ക്കാനുള്ള സമയം കൂടെ കിട്ടില്ല. ഞാൻ മിക്കവാറും ഒന്നരാടമൊക്കെ ആക്കിയിട്ടായിരിക്കും തുടയ്ക്കുക. അല്ലെങ്കിൽ സൺഡേ ആയിരിക്കും മോസ്റ്റ്ലി നന്നായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോയി കുളിക്കാനായിട്ട് പോയി. പിന്നെ അതിന് മുമ്പ് ഞാൻ വിളക്കൊക്കെ മോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഭക്തിപൂർവ്വം ഞാൻ കുറച്ച് നിമിഷങ്ങളാണ് ഞാൻ തൊഴുതതിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് വിളക്ക് കൊളുത്തുന്നതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് എന്തോ അവിടുത്തെ പൂർണ്ണമായിട്ടൊരു 100% ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നേരം ഞാനിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മോളിൻ്റെ ഇറങ്ങിയപ്പോൾ നേരിട്ട് വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 6 മണിയായി കാണും. 6:30 ആയി കാണത്തില്ല, ഒരു 5:45 6 മണി ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കുക്കിങ്ങിലായിട്ടാണ് പോകുന്നത്. പിന്നെ ഞാനൊരു അത് ഞാൻ ചെറിയത് അല്ല, ഒരു 18-19 വയസ്സ് മുതൽ ട്രെയിനാണ്. ഒരു ഓർഡർ വരാനായിട്ട് ഞാൻ എൻ്റെ ഗോൾ ചിലപ്പോഴൊക്കെ എഴുതി വെക്കും, ചിലപ്പോൾ ഞാൻ മറന്നു പോകും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീർന്ന തിരിയുടെ കൂട്, അതുപോലെ വെളിച്ചെണ്ണ കുപ്പി, ആ ബോട്ടിൽ, അതെല്ലാം ഞാൻ അപ്പം മാറ്റും. കാരണം പിന്നീട് അതൊരു കൂടുമ്പോൾ എടുത്ത് മാറ്റുന്നേക്കാളും അപ്പോൾ നമ്മളത് ഒഴിയുമ്പോൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ ജോലി അങ്ങ് തീരുമല്ലോ. അപ്പോൾ അതെടുത്ത് മാറ്റി നമുക്ക് പ്ലാസ്റ്റിക് കൊടുക്കാനായിട്ട് വേറെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആസ് യൂഷ്വൽ പോയിട്ട് ഞാനൊന്ന് വെള്ളമൊക്കെ കഞ്ഞിക്ക്, അതായത് നമ്മൾ അരിയിടാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു. എനിക്ക് ഈ ഷവറിൽ ഇങ്ങനെ വെള്ളം വരുന്ന പോലത്തെ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് സാധനം സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം വരുന്നത് കാണാൻ. അത് അടുപ്പ് കത്തിച്ച് അതിൽ ഞാനൊരു സാമ്പ്രാണി പോലത്തെ ഒരു ഇതുണ്ട്, അതൊന്ന് കത്തിച്ച് ഒന്ന് വെക്കും. അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു പീസ്ഫുള്ളായ സ്മെല്ല് വരും. നല്ല സുഗന്ധം, നല്ല ഒരു മണം, അതുപോലെ നല്ല രുചി. ഇതെല്ലാം നമ്മുടെ സെൻസ് ഓർഗൻസിനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ കഴിക്കും ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രെയിൻ ഉണരുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സുഗന്ധം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ ഇപ്പോൾ ശ്വസിക്കുന്നത് കേടാണെന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കത്തിച്ച് കൊളുത്തി അതിൻ്റെ സൈഡിലൊന്ന് വെച്ചിട്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ ഇന്ന് വെക്കുന്ന ആഹാരം ഒരിക്കലും മിച്ചം വന്നത് പാഴി പോകാനും പാടില്ല, നമുക്ക് വയറ് വിശന്നിരിക്കാനും പാടില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വെക്കാറ്. കാരണം അതിന്
ഒരു തുള്ളി എണ്ണമായാലും അത് വേസ്റ്റ് ആവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട്. അടുത്ത എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ഗോൾ എഴുതി വെക്കുക. അപ്പം ഞാൻ ഈ ഒരു മാസം എഴുതി വെച്ചതാണ് കേട്ടോ കാണുന്നത്. അത് പിറ്റേ ദിവസം ഞാൻ വന്നിരുന്ന് ചെക്ക് ചെയ്യും, ഇതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടോ, ഇതെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യും. അപ്പോൾ സെൽഫായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. ഓക്കെ, ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം. അത് ചെറിയ കാര്യമായാലും ആ ഒരു സന്തോഷം നമ്മൾ ഒരുപാട് നന്നായിട്ട് നല്ലൊരു ഇതാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ടുഡേ ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഗോളുകൾ ഓരോന്നും ഇങ്ങനെ എഴുതി വയ്ക്കുക. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും ഞാനത് എഴുതി വയ്ക്കാറുണ്ട്. ചിലതൊക്കെ നടക്കാറുണ്ട്, ചിലതൊന്നും നടക്കാറില്ല. മോസ്റ്റ്ലി നടക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്മൈലിയൊക്കെ ഇട്ടു. അരി ഞാൻ എഴുതിയിട്ടൊക്കെ വന്നപ്പോൾ അരി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അരി 2 അരി എടുത്തിട്ട് അടുപ്പിലോട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഗ്യാസിലോട്ട് ഇട്ട് ബാക്കി അരിനെ പ്രാർത്ഥിച്ചിട്ട് ഇടാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഞാൻ വന്നിട്ട് നോൺ വെജ് കഴിക്കത്തില്ല. ഇപ്പോൾ തുടങ്ങിയ ശീലമാണ് കേട്ടോ, ഒരു മാസമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മ കഴിക്കും കേട്ടോ, ഞാൻ വയ്ക്കത്തില്ല എന്നേ ഉള്ളൂ. മിക്കവാറും അമ്മയും കഴിക്കാറില്ല. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ അമ്മ എഴുന്നേറ്റ് വരും. അപ്പോൾ ഞാൻ വന്നിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് അതിനൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നു. ഒരു തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് അതിനെ കുക്കറിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതാണ് കുറച്ച് കുക്കറിൽ അരി വെക്കുന്നതിനേക്കാളും എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ വെച്ചൂറ്റി എടുക്കുന്ന അരിയെ പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. അതിലേക്ക് ഞാൻ കുറച്ച് കടലമാവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, എന്താ പറയുക, ഫുൾ ഗോബി മഞ്ചൂരി എന്നൊക്കെ പറയില്ലേ, ഒന്നുമില്ല, കോളിഫ്ലവർ ഫ്രൈ ചെയ്തത്. ഒരു ചിക്കൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് കുറച്ച് ലെമൺ കൂടി ഞാൻ പിഴിഞ്ഞൊഴിച്ചു. ഇതൊക്കെ ഞാൻ ഇപ്പം കണ്ടുപിടിച്ച സാധനങ്ങളാണല്ലോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈകൾ കൊണ്ട് നന്നായിട്ട് ഞെരിടുക. എല്ലാവരും സ്പൂൺ കൊണ്ട് വെച്ചാലും മതി. എനിക്ക് ഈ കൈ കൊണ്ട് ഞെരിടിയാലേ എനിക്കൊരു സംതൃപ്തി കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടലമാവ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. അപ്പം അതിൻ്റെ മിക്സിങ്ങാണ് ഇങ്ങോട്ട് നടക്കുന്നത്. അതിന് ഇന്ന് ഞാനൊരു കുത്തബ്മിനാർ പണിയും എന്ന് പറയുന്ന പോലെ ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത് ബീട്രൂട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കും. പല രീതിയിലും ബീട്രൂട്ട് പച്ചടി ചെയ്യാം, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അമ്മയുടെ കൈകളിലാണ്. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കറികൾ ഉണ്ടാക്കിയിട്ട് മാറാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യും. പിന്നെ കുറച്ച് നേരം ചേട്ടനെ വിളിക്കും. ചേട്ടൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വിളിച്ചുണർത്തും. എന്നിട്ട് കുറച്ച് നേരം ചേട്ടനോട് സംസാരിക്കും. അപ്പം എന്നിട്ട് ഞാനെടുത്ത് മിക്സിയിൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും അതുപോലെ ജീരകവും പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഇതിട്ട് നന്നായിട്ട് ഒന്ന് അരയ്ക്കും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ അവിടെ നന്നായിട്ട് പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ എണ്ണയിലേക്ക് ഞാൻ കോളിഫ്ലവറും സൈമൾട്ടേനിയസ്ലി ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് ജോലി തരുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. ജീരകം, കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണ് ഇതിനരയ്ക്കുന്നത്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടത്തില്ല, കാരണം ആ ഒരു ബീട്രൂട്ടിൻ്റെ നിറം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിറം. അപ്പോൾ ചോറും ആ കളറാവും. എന്നിട്ട് അതിനെ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പം എന്നിട്ട് ബീട്രൂട്ട് നന്നായിട്ട് തിളച്ച് അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അരച്ച് വെച്ചേക്കുന്നതിൽ ബീട്രൂട്ട് വേവിച്ചത് ഇട്ട് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ഞാൻ തൈരും ഇട്ട് അരച്ചിട്ട് കടുക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ എൻ്റെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മയുടെ ലോകമാണ്. അമ്മയാണ് ബ്രേക്ക്ഫാസ്റ്റും ബാക്കിയുള്ള കറികളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത്രയും ചെയ്തിട്ട് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ റെഡി ആവാനും ഒക്കെ പോവും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് ഓരോന്നിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ, കോളിഫ്ലവർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.